മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഷെഫ് നിബു ചേട്ടൻ തയ്യാറാക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിത് നാരങ്ങ ഷെയ്ക്ക് വേണമെങ്കിൽ പറയാം. നാരങ്ങ വെള്ളമായിട്ടല്ല, നമ്മൾ പാല് ചേർത്തുകൊണ്ട് ഇത് നാരങ്ങ ഷെയ്ക്കായിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 നല്ല പഴുത്ത ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനി ഒരെണ്ണം ഒരു 8 പീസായിട്ട് മുറിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി വലിയ പീസോ ചെറിയ പീസോ ഒക്കെ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഒരു 8 പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിബു ചേട്ടൻ ഇതിൻ്റെ കുരു ഒന്നും നീക്കം ചെയ്യാതെയാണ് അടിച്ചെടുത്തത്. പക്ഷേ ഞാനിതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. നമുക്ക് കുരു ചേർന്ന് പോയെങ്കിൽ അതെങ്ങാനും കയ്പ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നീക്കം ചെയ്തത്. ഇത് തീരെ കയ്പ്പില്ലാതെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി കൂടുതൽ നമുക്ക് അരഞ്ഞ് കിട്ടരുത്. അരഞ്ഞു പോയെങ്കിലാണ് നമുക്കത് കയ്പ്പായിട്ട് തോന്നുക. ഇപ്പോൾ ഇതിന് ഞാൻ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ജ്യൂസ് മാത്രമായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം 3 എണ്ണവും മുറിച്ചെടുക്കാം. നാരങ്ങയുടെ എണ്ണമൊക്കെ നമുക്ക് കൂടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഞാൻ എന്ത് ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 കപ്പിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. വലിയ ജാർ തന്നെ നമുക്ക് എടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച ശേഷം ചെറിയ തോതിൽ അടിച്ചെടുക്കാം. നിർത്തി വേണം ഇത് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് ഇങ്ങനെ കറക്കിയെടുക്കരുത്. അപ്പോൾ നമുക്ക് ആ തൊലി കൂടുതൽ അരഞ്ഞു പോയിട്ട് കയ്പ്പ് രസം വരും. ഇതൊട്ടും കയ്പ്പില്ലാതെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിർത്തി അടിച്ചെടുക്കണം. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പിലേക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ വെള്ളം മാത്രം ഒന്ന് കപ്പിലേക്ക് അരിച്ചാൽ മതിയാവും. സ്പൂണ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ വീണ്ടും അതിൻ്റെ തൊലിയുടെ കയ്പ്പ് ഇറങ്ങി വരും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇനി വീണ്ടും നമുക്കിത് കപ്പിൽ നിന്ന് ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ്. 210 ഗ്രാമിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് മൊത്തം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, പകുതി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ പകുതിയിലധികമായിട്ട് തന്നെ ഈ 2 കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം കട്ടി വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, മുഴുവനായിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ നാരങ്ങ വെള്ളം എന്നുള്ളത് നാരങ്ങ ഷെയ്ക്കായി മാറുന്നത് നമ്മളിപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ പകുതിയിലധികമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തു. ഇതുപോലെയാണ് നമുക്കത് കിട്ടുക. നല്ല പാൽ കളറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുടിക്കുമ്പോൾ മാത്രമേ നമുക്ക് നാരങ്ങയുടെ ടേസ്റ്റ് അനുഭവപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് ശരിക്കും നാരങ്ങ ഷെയ്ക്കായിട്ട് തന്നെയാണ് തോന്നുക. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ് വീതം ആദ്യം ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ 2 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു നാരങ്ങ ഷേക്കിന്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം.